I would like to start by paying tribute to the victims of Mundakai and Churunlamala. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അവിടെയുള്ള ദുരിതബാധിതർക്ക് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. And say that we all stand with the people who lost family members, who lost property, who suffered. ആ ദുരന്തത്തിൽ ബുദ്ധിമുട്ടിയവർക്ക്, ആ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു പോയവർക്ക്, ആ ദുരന്തത്തിൽ വസ്തുവും എല്ലാം നഷ്ടപ്പെട്ടവർ, അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്, അവരോടൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. While I was coming here in the car, we were discussing what the UDF and Congress party should do for the people who suffered as a result of the tragedy. ഇവിടെ ഉണ്ടായ ഈ ദുരന്തത്തിന്റെ ഫലമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾക്ക് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And unfortunately, we are not in government, so we cannot do what a government can do. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളിപ്പോൾ ഗവൺമെന്റിലില്ല, അധികാരത്തിലില്ലാത്തത് കൊണ്ട് ഒരു ഗവൺമെന്റിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. So I was telling my sister and Mr. Venugopal that every member of the Congress party, every member of the UDF should put full pressure on the government of Kerala to help the victims of the tragedy. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരിയോടും ശ്രീ വേണുഗോപാലിനോട് പറയുകയായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ വ്യക്തിയും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകരും അവിടുത്തെ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കാൻ ഈ ഗവൺമെന്റിനോട് സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ പറയുകയായിരുന്നു. And we also remember the spirit of the people who were victims of the tragedy. ആ ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ അവരുടെ ഒരു ചൈതന്യം, അവരുടെ ശക്തി, അതും നമ്മളിപ്പോൾ ഓർമ്മിക്കുകയാണ്. We saw with our own eyes the shopkeepers who opened their shops for victims and allowed them to take whatever they needed. അവിടെ നമുക്കറിയാം, നമ്മൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്, അവിടെ ആ ദുരന്ത ബാധിതരായവർക്ക് വേണ്ടി സ്വന്തം കടകൾ തുറന്നു കൊടുത്ത് എന്ത് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞ കച്ചവടക്കാരെ നമ്മൾ കണ്ടതാണ്. We saw how the people of Kerala supported the people of Wayanad. വയനാട്ടിലെ ജനങ്ങളെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എങ്ങനെയാണ് പിന്തുണച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. And a good symbol is the Cafe July 30th. കഫേ ജൂലൈ 30th എന്ന് പറയുന്നതാണ് അങ്ങനെ സഹായിച്ചതിന്റെ ഒരു വലിയ പ്രതീകം എന്ന് പറയുന്നത്. Nofal from Mepadi, who lost 11 members of his family on July 30th. Few days back he opened a cafe called July 30th to honor his wife's dream of opening a cafe. കുടുംബാംഗങ്ങളായ 11 പേരെ നഷ്ടപ്പെട്ട നൗഫൽ എന്ന് പറയുന്ന ആള് ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക്, ജൂലൈ 30ന്റെ ഓർമ്മയ്ക്ക് ജൂലൈ 30 എന്ന് പറയുന്ന ഒരു കഫേ അവിടെ ആരംഭിച്ചു, പ്രത്യേകിച്ചും തന്റെ ഭാര്യയുടെ ജീവിത പങ്കാളിയുടെ ഓർമ്മയ്ക്കായി. And next time I'm in the vicinity, I will go to his cafe to give him my support. ഇനി ഞാൻ ആ കഫേയുടെ അടുത്തെത്തുന്ന അടുത്ത സമയം ഞാൻ അവിടെ പോയി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി ഞാൻ ആ നൗഫലിന്റെ കഫേയിൽ പോകും. And I recommend all others, when they pass by, they should also go and have coffee there. ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ നിങ്ങൾക്കൊരു ശുപാർശ നൽകുകയാണ്, നിങ്ങളൊക്കെ അതുവഴി പോകുമ്പോൾ അവിടെ പോയി ആ നൗഫലിന്റെ കഫേയിൽ പോയി കോഫി കുടിക്കണം എന്ന് ഞാൻ നിങ്ങളോടും പറയുകയാണ്. It will not be a big thing for you. നിങ്ങൾക്കത് വലിയൊരു കാര്യമല്ല അവിടെ പോകുന്നത്. You will just go and have coffee. നിങ്ങൾ അവിടെ പോയി ഒരു ചെറിയ കാപ്പി കുടിക്കും. But you will give confidence to those who suffered in the tragedy. പക്ഷെ അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ആ ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച മനുഷ്യർക്ക് നിങ്ങൾ ആത്മവിശ്വാസം കൊടുക്കുകയാണ് അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. People of Wayanad have the habit of giving confidence to people. വയനാട്ടിലെ ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നൊരു സ്വഭാവമുണ്ട്, ശീലമുണ്ട്.